അതല്ലാതെ ആ സമുദായത്തിന് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇന്ത്യയിൽ ആർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ. രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾക്കും BJP എതിർക്കണം എന്നുള്ള ആളുകൾക്കും അങ്ങനെ ഒരു പ്രചരണം നടത്താം. അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഈ മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇന്ന് BJP ഭരിക്കുന്നത്. രവിശങ്കർ പ്രസാദ് ഒരു പൊതുപരിപാടിയല്ല, ഒരു ചാനലിലെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണക്രമം, അതിനനുസരിച്ച് ന്യൂനപക്ഷവും ചിന്തിക്കേണ്ടതല്ലേ? അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണക്രമം ന്യൂനപക്ഷം ഒഴിവാക്കേണ്ടതല്ലേ എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? നിയമമന്ത്രിയാണ്, BJP നേതാവാണ്. രവിശങ്കർ പ്രസാദ് ഒരാളുടെ അഭിപ്രായമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിനോട് ചോദിക്കുക. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ അമിത്ഷാജി അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഗുജറാത്തിൽ ഇതിനേക്കാൾ വലുതായിട്ട് പ്രചരിപ്പിച്ചല്ലോ, UP-യിൽ ഇതിനേക്കാൾ വലുതായിട്ട് പ്രചരിപ്പിച്ചല്ലോ, ഗോവയിൽ ഇതിനേക്കാൾ വലുതായി പ്രചരിപ്പിച്ചല്ലോ. ഇവിടെയൊക്കെ ന്യൂനപക്ഷ മനസ്സ്, പിന്നോക്ക ദളിതുകളുടെ മനസ്സ് ആരുടെ കൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ തെളിഞ്ഞല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്ക് വിടുക. യുപിയിലെ പിന്നാക്ക ദളിതുകൾ ഇന്ന് 16 ഇഞ്ച് വരുന്ന സോപ്പ് അയച്ചു കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. ദളിതുകൾ കാണാൻ വരുമ്പോൾ കുളിച്ചു വരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ പിന്നാക്കക്കാരും പാവപ്പെട്ടവരും കാര്യമാണല്ലോ താങ്കൾ പറയുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. BJP-യിലെ ഏറ്റവും കൂടുതൽ MPമാരുള്ളത്, പിന്നോക്ക MPമാരുള്ളത് BJP-യിലാണ്. ഏറ്റവും ദളിത് MPമാരുള്ളത് BJP-യിലാണ്. ഏറ്റവും കൂടുതൽ വിവാദമില്ലല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നയം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി തന്നെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാം, അദ്ദേഹം ഏത് കോൺഗ്രസിൽ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ചോദിക്കാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമിത്ഷായുടെ കേരള സന്ദർശനമാണ്. ന്യൂനപക്ഷം ചില ആളുകളുടെ പോക്കറ്റിലാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെ ഇരിക്കും, ഞങ്ങൾ പറയുന്നത് പോലെ ഇരിക്കും എന്ന ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ കൊടുക്കുന്ന ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെ ഈ രാജ്യത്തെ എല്ലാ പൗരനും ന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിക്കാതെ ഇവിടെ ജയിക്കാനാവില്ല എന്ന് അമിത്ഷാ പറയുമ്പോൾ ന്യൂനപക്ഷത്തിന് നിങ്ങൾ നൽകുന്ന ഉറപ്പ് എന്താണ്? ന്യൂനപക്ഷം എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടോ അവര്? അല്ലെങ്കിൽ കൂടുതൽ ഇപ്പം അവർക്ക് ലഭിക്കാത്ത, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ലഭിക്കാത്ത എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ആവശ്യപ്പെട്ടോ? സംസ്ഥാന പ്രസിഡന്റ് കണ്ടല്ലോ. ഇവിടെയുള്ള പ്രശ്നം അതല്ലല്ലോ. ഇവിടെയുള്ള പ്രശ്നം ന്യൂനപക്ഷങ്ങളൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഇരിക്കും, ഞങ്ങൾ പറയുമ്പോൾ എഴുക്കും, ഞങ്ങൾ പറയുമ്പോൾ വോട്ട് ചെയ്യും എന്ന് ധരിച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലുള്ളൊരു വേവാണ്. അപ്പൊ അതിൽ ഒരു അർത്ഥവുമില്ല. BJP-യുടെ ധാരണ എന്താണ്? BJP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ റിയാസ് പറഞ്ഞല്ലോ, ഏത് ചർച്ചയിലും പറയും ഇടതുപക്ഷ മനസ്സ്, ഇടതുപക്ഷ. കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പുരോഗതിക്ക് ഇടതുപക്ഷത്തിന് ഒരു പങ്കുമില്ല കേരളത്തിൽ. ഞാൻ സമർത്ഥിച്ചു തരാം. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 15,000 മുതൽ 60,000 വരെ വോട്ട് നേടിയ 47 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ നേടിയ അതിന്റെ ഒരു പൊലിപ്പാണ് ഇന്നും ഇടതുപക്ഷം അധികാരത്തിൽ ഒരുക്കുന്നത്. ഞങ്ങൾ 42,000 വോട്ട് നേടിയെടുത്ത് 850 വോട്ടിന് വിജയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. അതുപോലെ ഞങ്ങൾ 42,000 വോട്ട് നേടിയെടുത്ത് 7,500 ജയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. ഒന്ന് കണക്ക് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 7 8 പറഞ്ഞു തരാം. BJP ഒരു പൊലിപ്പില് എല്ലാം കേരളം ഇവരുടെ കൂടെയാണെന്ന് ധരിച്ചാൽ എനിക്ക് ഒന്നും മറുപടി പറയാനില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിനെ UP-യിലും ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ മതവും അല്ലെങ്കിൽ മറ്റ് സാമുദായിക ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട് വെച്ച് പരിശോധിക്കുന്നത് തന്നെ അശാസ്ത്രീയമാണ്. ഇപ്പോൾ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് നേമത്താണ്. കുറേ കാലം തുറക്കും എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് മാത്രം തുറന്നു. പക്ഷേ ഇത്തവണ നേമത്ത് തുറന്നു. അത് തുറക്കാൻ കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു പോയതാണ്. തീർച്ചയായും നേരത്തെ ഷിനാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അഭാവം കോൺഗ്രസിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായി സംഘടിതവും ആസൂത്രിതവുമായി കള്ളം പ്രചരിപ്പിക്കാൻ അറിയുന്ന സംഘപരിവാറിൻ്റെ പ്രചരണത്തിൽ വീണ് അതിനെതിരെ തിരിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താത്തതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ വോട്ടിൽ ചോർച്ച വന്നു. അത് നേമത്ത് BJP-ക്ക് ജയിക്കാൻ കാരണമായി. 3-ാം സ്ഥാനത്ത് പോയെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കാം. സ്മൃതി ഒറ്റ ജില്ല പരിശോധിച്ചാൽ മതി, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലാണ് BJP-ക്ക് ഏറ്റവും അധികം വോട്ട് വർദ്ധിച്ചൊരു ജില്ല. തൃശ്ശൂർ ജില്ലയിലാണ് UDF-ന് ഏറ്റവും അധികം വോട്ട് കുറഞ്ഞ ജില്ല.
UDFന് ഭീകരമായ വോട്ടിംഗ് ആണ് തൃശ്ശൂർ ജില്ലയിൽ കുറഞ്ഞിട്ടുള്ളത്. ആ കുറവിൻ്റെ കാരണം BJPയിലേക്ക് UDF കോൺഗ്രസ് വോട്ടർമാരുണ്ടായ ഒരു മനസ്സ് മാറ്റമാണ്. എന്നാൽ ഈ കേരളത്തിൽ BJPക്ക് അത്രത്തോളം അനുകൂലമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സമീപകാലത്ത് നടന്ന മലപ്പുറം ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം. UP ട്രെൻഡൊക്കെ 5 സംസ്ഥാനങ്ങളിലെ ട്രെൻഡ് നടക്കുമ്പോഴാണല്ലോ മലപ്പുറത്ത് BJPക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷം മതവർഗീയതയുടെ പേരിലുള്ള ഇവരുടെ പ്രചരണത്തെ ചെറുക്കുന്നത് സാമ്പത്തികമായി ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങൾക്കെതിരെ ഇവർ എടുക്കുന്ന നിലപാടിനെ ഉയർത്തിക്കാട്ടിയിട്ടാണ്. ഇവരുടെ ഭരണം ചെറു ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് നല്ല നിലയിൽ പറയുമ്പോൾ BJPയിലെ സാധാരണ വോട്ടർമാർ, BJPയുടെ പ്രവർത്തകർ, പാവപ്പെട്ടവർ അവരുൾപ്പെടെ BJPക്ക് എതിരാവുന്നു, BJPക്ക് എതിരായി മാറുന്നു. ഇപ്പോൾ UP ഒക്കെ വലിയ വെല്ലുവിളിയോടെ നടത്തിയല്ലോ. UPയിൽ എവിടെയാണ് 1500 നോട്ട് നിരോധനത്തെക്കുറിച്ച് ചർച്ച നടന്നത്? UPയിൽ എവിടെയാണ് മോഡി സർക്കാർ വിരുദ്ധ ചർച്ച നടന്നത്? അവിടെ ഒരു മതവർഗീയതക്കെതിരെ മറ്റു സാമുദായിക കാർഡ് കാണിച്ചു. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഇടപെടാനുള്ള ശ്രമം അത് ആ വിഷയമേ ചർച്ച ചെയ്യാതെ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഉറപ്പാക്കും. അതും ഇപ്പോൾ പത്മകുമാർ പറയുമ്പോൾ ന്യൂനപക്ഷം എന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല, എല്ലാവരുടെയും പിന്തുണ എന്നാണ് പറയുന്നത്. അമിത്ഷാ കൃത്യമായ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതെ ജയിക്കാനാവില്ല എന്ന് പറയുമ്പോൾ പത്മകുമാർ എല്ലാവരുടെയും പിന്തുണ എന്നാണ് പറയുന്നത്. അവിടെയും പ്രശ്നമുണ്ട് സ്മൃതി. ഭക്ഷണക്രമം, കന്നുകാലി നിരോധനം, അതും നിങ്ങൾ ഒരു ഭക്ഷണക്രമം മാത്രമായി ചുരുക്കി കാണരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെതിരാണെന്ന് കാണരുത്. അത് കാണേണ്ടത് ബഹുരാഷ്ട്ര കുത്തകകളുടെ കോർപ്പറേറ്റുകളുടെ പാൽപ്പൊടി കമ്പനിക്കും അതുപോലെ തന്നെ അവരുടെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും കേരളത്തിൽ കടന്നു വരുവാനുള്ള സൗകര്യമൊരുക്കാനാണ്. കേരളത്തിൻ്റെ ക്ഷീര കർഷകരെ പിറകോട്ടടിച്ചു പോകാനും കേരളത്തിൻ്റെ ലെതർ വ്യവസായത്തെ തകർക്കാനും അങ്ങനെ കേരളത്തിലേക്ക് ബഹുരാഷ്ട്ര കുത്തകൾക്ക് എൻട്രി വരുത്താനും BJPയുടെ നേതാക്കന്മാർ പ്രധാനികളായ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് സൗകര്യമൊരുക്കുവാനുമുള്ള സാമ്പത്തിക താല്പര്യമാണ്. അല്ലാതെ അത് കേവലം ഒരു ഭക്ഷണക്രമമായി ചുരുക്കിക്കാണ്ട് അത് ഇവരുടെ തന്ത്രമാണ്. ഏതെങ്കിലും മതത്തിനെതിരാണ് അല്ലെങ്കിൽ അത് മതവർഗീയമായി ധ്രുവീകരണം നടത്തൽ ഇവരുടെ തന്ത്രമാണ്. ഇത് സാമ്പത്തിക താല്പര്യമാണ്. അപ്പൊ BJP രാഷ്ട്രീയത്തെ പൊളിക്കുക, BJP രാഷ്ട്രീയത്തിന്റെ സാമ്പത്തിക താല്പര്യത്തെ തുറന്നു കാട്ടിക്കൊണ്ടാണ്. അത് കേരളത്തിൽ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അത് പറ്റിയാൽ, അത് സ്ഥാപിക്കാൻ സാധിച്ചാൽ BJPയുടെ സാധാരണ പ്രവർത്തകരുൾപ്പെടെ BJP വിട്ടുപോകും. ആ രാഷ്ട്രീയമാണ് കേരളം മാതൃകയാക്കിയ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ആകെ പ്രചരിപ്പിക്കേണ്ടത്. അല്ല, റിയാസ് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ഒന്ന് ചോദിച്ചോളൂ. നേരത്തെ BJPയുടെ വളർച്ചയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. 7 അസംബ്ലി മണ്ഡലത്തിൽ 4 സ്ഥലത്ത് ഞങ്ങൾ 1ാം സ്ഥാനത്ത് വന്നു. 4 സ്ഥലത്ത് നിങ്ങൾ 3ാം സ്ഥാനത്തല്ലേ പോയത്? നിങ്ങൾ എവിടെയാണ് വോട്ട് കുറഞ്ഞത്? കഴിഞ്ഞ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ അതിനു മുമ്പ് 21 കൗൺസിലർമാരുള്ളതിൽ 11 കൗൺസിലർമാർ നിങ്ങളാണ്, 10 കൗൺസിലർമാർ ഞങ്ങളാണ്, 9 കൗൺസിലർമാർ ഞങ്ങളാണ്, 1 കൗൺസിലറാണ് കോൺഗ്രസിനുള്ളത്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു ബൂത്തിൽ CPM ലീഡ് ചെയ്തോ? ലീഡ് ചെയ്തില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് വെല്ലുവിളി. നിലവിൽ കോൺഗ്രസിന് അത് തന്നെ സ്മൃതി, അതിൽ തന്നെ ഒരു സംശയം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ UDFന് കിട്ടിയ വോട്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 1/3 കുറഞ്ഞു. ആ വോട്ട് BJPക്ക് കിട്ടി. അല്ല, ഞാൻ ചോദിച്ചത്, നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയത് എങ്ങനെ? 7 മണ്ഡലത്തിൽ 4 മണ്ഡലത്തിൽ പുറകോട്ട് പോയത് എങ്ങനെ? BJP 2ാം സ്ഥാനത്ത് പോയത് എങ്ങനെ? കോൺഗ്രസിലെ ജയിച്ചത്. കോൺഗ്രസിന് കേന്ദ്രത്തിൽ 44 MPമാരാണ്. കേരളത്തിൽ നിന്ന് 8 പേരും, 6-ൽ 1 കേരളത്തിൽ നിന്നാണ്. ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ കൂടിയാണ് അമിത്ഷാ. അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ നേതാക്കന്മാരെ കണ്ടത്. വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആണ് തീർച്ചയായും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ 2014
ഇത്രയും സീറ്റ് BJP കിട്ടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ലല്ലോ. അന്നുണ്ടായ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ. 2019 ആകുമ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറും. ആ കാലാവസ്ഥ BJPക്ക് അനുകൂലമാണെന്ന് പറയാൻ കഴിയൂ. ഇപ്പോൾ ഡീനോട്ടിഫിക്കേഷൻ ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ച ചെറിയ കാര്യമാണോ? ഈ ഗവൺമെൻറ് പറഞ്ഞ സകല കാര്യങ്ങളും എല്ലാ രംഗത്തും പരാജയം. ഇപ്പോൾ അവസാനം വന്ന് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്ത് ഭക്ഷിക്കണമെന്ന കാര്യത്തിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ജനവിധി വരും. ആ ജനവിധി എന്ന് പറയുന്നത് 2014 ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP കടന്നു വരാൻ യാതൊരു മാർഗവുമില്ല. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമെന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ കാലാവസ്ഥ മാറാൻ എന്ത് നടപടികളെടുക്കുന്നു എന്നുള്ള കാര്യം പ്രധാനമാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ കൃത്യമായി കോൺഗ്രസ് പ്രതികരിക്കുന്നു എന്നതും പ്രധാനം തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ ഒരു പുതിയ കർമ്മ പദ്ധതിയാണല്ലോ, ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയാണല്ലോ അമിത്ഷായുടെ ഈ വരവിൻ്റെ ലക്ഷ്യം. പക്ഷേ നേരത്തെയുള്ള കർമ്മ പദ്ധതി എന്തായി? ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം, താങ്കൾ അമിത്ഷായെ കാണുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇനി കാണാൻ പോകുന്നില്ല, കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് കാണുന്നില്ല എന്ന്. അതായത് ഇതുവരെ കണ്ട കാര്യങ്ങളൊന്നും നടപ്പാകാത്തതുകൊണ്ട് ഇനി കാണുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം കൂടെ കൂട്ടിയവരെ വഞ്ചിച്ചുകൊണ്ടാണോ ഇനി പുതിയ കൂട്ടുകെട്ടിലേക്ക് നീങ്ങുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അമിത്ഷാ കേരളത്തിൽ വന്നിട്ടുള്ളത് അദ്ദേഹം ഏകദേശം ഒരു 95 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഭാരത പര്യടനമുണ്ട്. അതിൻ്റെ ഭാഗത്ത് വിവിധ സ്റ്റേറ്റുകളിൽ പോകുന്നതനുസരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ 3 ദിവസത്തെ പരിപാടികൾ തീർച്ചും പബ്ലിക് പരിപാടികളൊന്നുമില്ല. ഇന്ന് തിരുവനന്തപുരത്ത് കൂടിയ ഒരു സൗഹൃദ സമ്മേളനം ഒഴിഞ്ഞാൽ എല്ലാം പ്യുവർലി പാർട്ടി പരിപാടികളാണ്. നമ്മുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ NDAയുടെ മീറ്റിംഗ്, കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു, NDAയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. NDAയിൽ ഞങ്ങൾ തുടങ്ങിയ സമയത്തുള്ള എല്ലാ ഘടകകക്ഷികളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അധികം വോട്ട് ഷെയർ ഉള്ള ഗ്രൂപ്പ് മാറി നിൽക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടെ നിങ്ങൾ കാണുന്നില്ല എന്നാണോ? അവർ മാറിക്കോട്ടെ, പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നാണോ? ഒരിക്കലും അങ്ങനെ മാറുന്നല്ലോ. NDAയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച BDJS ആണെങ്കിൽ BDJS NDAയിൽ ഉറച്ചു തന്നെയാണ്. പക്ഷേ അറിയാനാകുന്നത് ഇപ്പോൾ അമിത്ഷാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം BDJS അല്ല, ഈഴവ സമുദായമാണ് ലക്ഷ്യം. അതായത് ഏറ്റവും വലിയ വോട്ട് ഷെയർ BDJS എന്ന് ചുരുക്കി കൊണ്ടുവരേണ്ടതില്ല, ഈഴവ സമുദായമാണ് ലക്ഷ്യം. അതിനുള്ള വഴി തേടണം. ഇതര സമുദായങ്ങളിലെ നേതാക്കളെ കൊണ്ടുവന്നു, പക്ഷേ അവർ അണികളെ കൊണ്ടുവന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് അണികളെ കൊണ്ടുവരുന്ന രീതിയിലുള്ള നേതാക്കളെ കൊണ്ടുവരില്ല, നിങ്ങൾ അവരിലേക്ക് ഇറങ്ങണം. നിങ്ങൾ അവരിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ള വിമർശനം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഒരുപാട് ചീത്ത കേട്ടിട്ടാണ് താങ്കൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ. അതൊക്കെ താങ്കളുടെ ഒരു വിലയിരുത്തലാണ്. അങ്ങനെ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ന്യൂസ് എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചർച്ചയോ അങ്ങനെ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല. വളരെ കാര്യമായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് 6 മണിക്ക് നടന്ന ഒരു സൗഹൃദ സമ്മേളനമുണ്ട്. അതിൽ കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഈ ഘടകകക്ഷികളുടെ മുഴുവൻ നേതാക്കന്മാരും വലുതും ചെറുതുമായ നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ല. ഏറ്റവും കൂടുതൽ വളരെ കാര്യമായി വളരെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് എന്താണ് മറുപടി? വെള്ളാപ്പള്ളി അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് BDJSുമാണ്. BDJSന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വെള്ളാപ്പള്ളിയുമായിട്ട് യാതൊരു സഖ്യവുമില്ല, വെള്ളാപ്പള്ളിയോട് മറുപടി പറയേണ്ടതില്ല ഇക്കാര്യത്തിൽ എന്നാണ് അദ്ദേഹം സംഘടന SNDPയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അഭിപ്രായമായിരിക്കും പറഞ്ഞിട്ടുള്ളത്. SNDP ജനറൽ സെക്രട്ടറി എന്നുള്ളിൽ അദ്ദേഹം അഭിപ്രായം പറയുന്നതിന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളിൽ ഞങ്ങൾ മറുപടി പറയാൻ ആഗ്രഹിക്കില്ല. ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ചർച്ച നടത്തുന്നത് മറുപടി പറയേണ്ടത് BDJSനാണ്. അവർക്ക് എന്തെങ്കിലും അതൃപ്തി ഞങ്ങളുടെ സംഘടന ഈ സഖ്യത്തിൽ NDAയുടെ സഖ്യത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ചർച്ചയും അവിടെയാണ് പരിഹരിക്കേണ്ടത്. അതിൻ്റെ സംസ്ഥാന ചെയർമാൻ തന്നെ കഴിഞ്ഞ NDA യോഗത്തിൽ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി എത്ര നേരം പങ്കെടുത്തു? അത് അത് എത്ര നേരം പങ്കെടുത്തു എന്നുള്ളതല്ല, അദ്ദേഹം അതിൽ പങ്കെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പങ്കെടുത്ത NDAയുടെ ചർച്ച വന്ന് തല കാണിച്ചു പോയി എന്നല്ലാതെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ശ്രീ ഷിനാസ്, വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വലിയ അർത്ഥങ്ങളുള്ളതല്ലേ? ഇനി BJPയുമായി ഒരു കൂട്ടുകൂടൽ, അതായത് ഇപ്പോഴുള്ള സഖ്യം എന്നുള്ളത് നേരത്തെ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിച്ചിട്ടില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമെന്നല്ലേ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിലേക്കുള്ള ഉത്തരത്തിലേക്ക് വരാം. ഒന്ന്, ബീഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയിൽ പലപ്പോഴും BJPയുടെ കെണിയിൽ
ഇടതുപക്ഷം പോലും വീണു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ബീഫ് ഒരു മതസമുദായത്തിൻ്റെ ഭക്ഷണമല്ല. ബീഫിന് വാസ്തവത്തിൽ പണ്ടോ ഇന്നോ